ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാമിൻ്റെ ആ ഒരു മെക്കാനിക്കൽ പോർഷനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു PVQ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മെക്കാനിക്കൽ പോർഷനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐ ബോൾട്ട് ആർ യൂസ്ഡ് ഫോർ. ഓക്കെ, ഐ ബോൾട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷനിൽ ട്രാൻസ്മിഷൻ ഓഫ് പവർ ഉണ്ട്, ലോക്കിംഗ് ഓഫ് ഡിവൈസ്, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻ, അബ്സോർബിംഗ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാണ്? ഐ ബോൾട്ട് ആർ യൂസ്ഡ് ഫോർ. ഓക്കെ, ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഹെവി മെഷീൻസ്. ഓക്കെ, അതിനാണ് നമ്മൾ ഐ ബോൾട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെയിൽ ഓഫ് എ വെൽഡിംഗ് സിംബൽ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ്. ഓക്കെ, ദ ടെയിൽ ഓഫ് എ വെൽഡിംഗ് സിംബൽ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എന്നാണ്. ഓപ്ഷനിൽ ടൈപ്പ് ഓഫ് വെൽഡ് ഉണ്ട്, പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, സൈസ് ഓഫ് വെൽഡ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ടെയിൽ സെക്ഷൻ എങ്ങനെയാണ്? ഓക്കെ, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെയിൽ ഓഫ് വെൽഡിംഗ് സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ്, പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ടെയിൽ ഓഫ് എ വെൽഡിംഗ് സിമ്പിളിൻ്റെ ടെയിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന് വായിച്ച് ആൻസർ പിക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിച്ച് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ആൻസർ കാണിക്കുന്നത്. സോ അതിൻ്റെ ഇടയിലുള്ള ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോർഷൻ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൈമെൻഷൻ ഗിവൺ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ വെൽഡ് സിംബൽ റെപ്രസെൻറ്റ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡൈമെൻഷൻ ഗിവൺ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ വെൽഡ് സിംബലിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ആ കൊടുക്കുന്ന ഡൈമെൻഷന് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ഓപ്ഷനിൽ സൈസ് ഓഫ് വെൽഡ് ഉണ്ട്, അതുപോലെ ലെങ്ത് ഓഫ് വെൽഡ് ഉണ്ട്, ടൈപ്പ് ഓഫ് വെൽഡ് ഉണ്ട്, മെറ്റീരിയൽ തിക്നെസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ്, ലെങ്ത് ഓഫ് വെൽഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ഡയമെൻഷൻ ഗിവൺ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ വെൽഡ് സിംബലിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്ന ഡയമെൻഷൻ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് വെൽഡിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെയ്ത്ത് ലീഡ് സ്ക്രൂ ഹാസ് ഡാഷ് സ്ക്രൂ ത്രെഡ്. ഓക്കെ, ലെയ്ത്ത് ലീഡ് സ്ക്രൂ ഈസ് ഡാഷ് സ്ക്രൂ ത്രെഡ്, ഡാഷ് ടൈപ്പ് സ്ക്രൂ ത്രെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ആക്മേ ഉണ്ട്. ഓക്കെ, ആക്മേ ഉണ്ട്, നോട്ട് ഉണ്ട്, ലോഞ്ച് ഉണ്ട്, നക്കിൾ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ലെയ്ത്ത് ലീഡ് സ്ക്രൂ ഹാസ് ഡാഷ് ടൈപ്പ് ഓഫ് സ്ക്രൂ ത്രെഡ് ആണ്. ആൻസർ ഏതാണടാ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലോ. ഓപ്ഷൻ എ ആണ്, ആക്മേ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഈ ഒരു ആക്മേ സ്ക്രൂവിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ആക്മേ സ്ക്രൂവിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? ആക്മേ സ്ക്രൂവിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 29 ആണല്ലേ. 29 ഡിഗ്രി ആണല്ലോ. ഓക്കെ, ഈ ആക്മേ സ്ക്രൂവിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 29 ആണ്. 29 ഡിഗ്രിയാണ്. ഇനി ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണടാ? ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ട്രപ്പീസോയിഡൽ ഷേപ്പ് ആണല്ലേ. ട്രപ്പീസോയിഡൽ ഷേപ്പാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഈ ഒരു ആക്മേ സ്ക്രൂവിൻ്റെ ഷേപ്പ് വരുന്നത് ഏതാണ്? ട്രപ്പീസോയിഡൽ ഷേപ്പാണ്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 29 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൂ ജാക്ക് ഹാസ് ഡാഷ് സ്ക്രൂ ത്രെഡ്. ഓക്കെ, സ്ക്രൂ ജാക്ക് ഹാസ് ഡാഷ് സ്ക്രൂ ത്രെഡ് എന്നാണ്. ഓപ്ഷനിൽ ആക്മേ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, നക്കിൾ ഉണ്ട്, ബട്രസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ക്രൂ ജാക്ക് ഹാസ് ഡാഷ് സ്ക്രൂ ത്രെഡ് എന്നാണ്. ഓപ്ഷനിൽ ആക്മേ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അതുപോലെ നക്കിൾ ഉണ്ട്, ബട്രസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു സ്ക്രൂ ജാക്ക് നമ്മൾ ഈ ഒരു വെഹിക്കിൾ ലിഫ്റ്റിനൊക്കെയാണ് അതിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ
സ്ക്വയർ ത്രെഡിൻ്റെ തിക്നെസ് നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു സ്ക്വയർ ത്രെഡിൻ്റെ തിക്നെസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഒരു സ്ക്വയർ ത്രെഡിൻ്റെ തിക്നെസ്സിൽ എക്സ്റ്റേണൽ ഡെപ്ത്, ഓക്കെ, എക്സ്റ്റേണൽ ഡെപ്ത് ആണെങ്കിൽ അവിടെ എത്രയാണ് വരുന്നത്? 0.5p ആണല്ലേ, 0.5p. ഓക്കെ, 0.5p ആണ്. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു സ്ക്വയർ തന്നെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഡെപ്ത് ആണെങ്കിൽ 0.5p ആണ്. ഇനി ഇന്റേണൽ ആണെങ്കിൽ എത്രയാണ് വരുന്നത്? 0.5p പ്ലസ് എ വരുന്നു. ഓക്കെ, പി പ്ലസ് എ, ആ ഒരു ടൈം കൂടെ പ്ലസ് എ എന്നൊരു ടൈം കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇത് 0.5p എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണല്ലേ, എക്സ്റ്റേണൽ ആണ്. ഇനി 0.5p പ്ലസ് എ വരുന്നത് ഇന്റേണൽ ആണ്. ഓക്കെ, ഇന്റേണൽ ഡെപ്തിലാണ് ആ ഒരു 0.5p പ്ലസ് എ എന്ന ടൈം വരുന്നത്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്ലിയറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയറൻസിനെയാണ് എ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പർ സൈഡ് ഈസ് കാൾഡ് ഡാഷ് ഓൺ മീറ്റിംഗ് ഓഫ് ടു സൈഡ്സ് ഓഫ് ത്രെഡ്. ഓക്കെ, രണ്ട് ത്രെഡിൻ്റെ രണ്ട് സൈഡ്സുകൾ മീറ്റ് ചെയ്യുമ്പോഴുള്ള അപ്പർ സൈഡിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ റൂട്ട് ഉണ്ട്, ക്രസ്റ്റ് ഉണ്ട്, ഫ്ലാങ് ഉണ്ട്, ആംഗിൾ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ ആ ഒരു ടെൻസിൽ പഠിച്ച കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്, ക്രസ്റ്റ് ആണ് ആൻസർ. ഈ ഒരു അപ്പർ സൈഡിനെ ക്രസ്റ്റ് എന്ന് വിളിക്കുമെങ്കിൽ ലോവർ സൈഡ് അല്ലെങ്കിൽ ബോട്ടം പോർഷന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? റൂട്ടാണ്. ഓക്കെ, ബോട്ടം പോർഷന് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നു, അപ്പർ പോർഷന് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി ആ ഒരു സൈഡ്, ഇതൊരു ത്രെഡ് ആണെങ്കിൽ ഈ പോർഷനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഈ പോർഷനെയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് സൈഡിനെ നമ്മൾ ഫ്ലാങ്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഫ്ലാങ്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്കിൾ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ആരോ ആൻഡ് റെഫറൻസ് ലൈൻ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, എ സർക്കിൾ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ആരോ ആൻഡ് റെഫറൻസ് ലൈൻ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, ഓപ്ഷനിൽ വെൽഡ്, ആൾ അറൗണ്ട്, സ്പോട്ട് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്, നോ വെൽഡ്. ഓക്കെ, ഏതാണ്? എ സർക്കിൾ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ ആരോ ആൻഡ് റെഫറൻസ് ലൈൻ ഇൻഡിക്കേറ്റ് എന്നാണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വെൽഡ് ഓൾ അറൗണ്ട് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അത് നിങ്ങൾക്ക് യൂസ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ ഫോർ ബട്ടർസ് ത്രെഡ്. ഓക്കെ, ബട്ടർസ് ത്രെഡിൻ്റെ പറയുന്ന കാര്യങ്ങളിൽ ട്രൂ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ കോമ്പിനേഷൻ ഓഫ് സ്ക്വയർ ആൻഡ് ട്രപ്പിസോയിഡൽ ത്രെഡ് ഉണ്ട്, ട്രാൻസ്മിറ്റ് മോഷൻ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി എന്നുണ്ട്, ദേ ആർ യൂസ്ഡ് ഇൻ വൈസസ് എന്നുണ്ട്, ആൾ ഓഫ് ദി എബോവ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ക്വസ്റ്റ്യൻ എന്നോട് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ ഫോർ ബട്ടർസ് ത്രെഡ്. ഓക്കെ, ബട്ടർസ് ത്രെഡിൻ്റെ ആ ഒരു കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ കോമ്പിനേഷൻ ഓഫ് സ്ക്വയർ ആൻഡ് ട്രപ്പിസോയിഡൽ ത്രെഡ് ഉണ്ട്, ട്രാൻസ്മിറ്റ് മോഷൻ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി എന്നുണ്ട്, ദേ ആർ യൂസ്ഡ് ഇൻ വൈസസ് എന്നുണ്ട്. അതുപോലെ ഓപ്ഷൻ ഡി പറയുന്നത് ആൾ ഓഫ് ദി എബോവ് എന്നാണ്. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ, ആൾ ഓഫ് ദി എബോവ് ആണ്. ആ ഒരു എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ആ ഒരു ബട്ടർസ് ത്രെഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ബട്ടർസ് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? ബട്ടർസ് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് എത്രയാണ്? 45 ഡിഗ്രി ആണല്ലേ. ബട്ടർസ് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 45 ഡിഗ്രി ആണല്ലേ, 45 ഡിഗ്രിയാണ്. ആ ഒരു പോയിന്റ് കൂടെ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ വെൽഡിംഗ് സിമ്പൽ, ഇഫ് ദ വെൽഡ് സിമ്പൽ ഈസ് പ്ലേസ്ഡ് ബിലോ ദ റെഫറൻസ് ലൈൻ ഇറ്റ് ഇൻഡിക്കേറ്റ് എ വെൽഡ് ഓൺ ദ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ എ വെൽഡിംഗ് സിമ്പൽ, ഒരു വെൽഡിംഗ് സിമ്പലിൽ ഇഫ് ദ വെൽഡിംഗ് സിമ്പൽ ഈസ് പ്ലേസ്ഡ് ബിലോ ദ റെഫറൻസ് ലൈൻ, റെഫറൻസ് ലൈനിന് ബിലോയാണ് നമ്മൾ ആ ഒരു വെൽഡ് സിമ്പൽ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓപ്ഷനിൽ അതർ സൈഡ് ഓഫ് ജോയിൻറ്റ്, അതുപോലെ ആരോ സൈഡ് ഓഫ് ജോയിൻറ്റ്, ബോത്ത് സൈഡ് ഓഫ് ജോയിൻറ്റ്, നൺ ഓഫ് ദീസ്. ഓക്കെ, ഏതാണ് ആൻസർ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കുക. ഇഫ് ദ വേൾഡ് സിമ്പൽ ഈസ് പ്ലേസ്ഡ് ബിലോ ദ റെഫറൻസ് ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ്, ആരോ സൈഡ് ഓഫ് ജോയിൻ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് എമംഗ് ഫോളോവിങ് ടൈപ്പ് ഓഫ് ത്രെഡ് ഹാസ് ലീഡ് ആൻഡ് പിച്ചസ് ഈക്വൽ. ഓക്കെ, ലീഡും പിച്ചും ഈക്വൽ വരുന്ന ടൈപ്സ് ത്രെഡ് ഏതെന്നാണ്. ഓപ്ഷനിൽ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, 3 സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, 2 സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ലീഡും പിച്ചും ഈക്വൽ വരുന്നത് ഏതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിലാണ് ലീഡും പിച്ചും ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ ഫാക്ടർ ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബോൾട്ട്. ഓക്കെ, മെയിൻ ഫാക്ടർ ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ബൈ ദെയർ ത്രെഡ് ഫോം, അതുപോലെ ഓപ്ഷൻ ബി ബൈ ദെയർ ടോട്ടൽ ലെങ്ത്, ഓപ്ഷൻ സി ഷേപ്പ് ഓഫ് ദ ഹെഡ്, ഓപ്ഷൻ ഡി ക്രോസ് സെക്ഷൻ ഓഫ് ദ ഹെഡ്. ഓക്കെ, ഏതാണ് മെയിൻ ഫാക്ടർ ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്ടാ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഷേപ്പ് ഓഫ് ദ ഹെഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിഗ്നേഷൻ M33/2 ഓഫ് എ ബോൾട്ട് മീൻസ്. ഓക്കെ, ദ ഡെസിഗ്നേഷൻ M33/2 ഓഫ് എ ബോൾട്ട് മീൻസ്. അത് എന്തിനെയൊക്കെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷനിൽ മെട്രിക് ത്രെഡ് ഓഫ് 33 mm ഔട്ട്സൈഡ് ഡയമീറ്റർ ആൻഡ് 2 mm പിച്ച്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് മെട്രിക് ത്രെഡ് വിത്ത് ക്രോസ് സെക്ഷൻ 33 mm സ്ക്വയർ. ഓപ്ഷൻ സി മെട്രിക് ത്രെഡ് ഓഫ് 33 നമ്പർ ഇൻ 2 cm. ഓപ്ഷൻ ഡി മെട്രിക് ത്രെഡ് ഓഫ് 33 നമ്പർ ഓഫ് ഡബിൾ സ്റ്റാർട്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഡെസിഗ്നേഷൻ ഓഫ് M33/2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ്. മെട്രിക് ത്രെഡ് ഓഫ് 33 mm ഔട്ട്സൈഡ് ഡയമീറ്റർ ആൻഡ് 2 mm പിച്ച്. ഓക്കെ, അത് ഓർത്തിരിക്കുക. മെട്രിക് ത്രെഡ് എം എന്ന് സൂചിപ്പിക്കുന്നത് മെട്രിക് ത്രെഡ് ആണ്. ദെൻ 33 mm ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. ഓക്കെ, 33 mm ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ്. ദെൻ 2 mm എന്ന് പറയുന്നത് പിച്ചാണ്. ഓക്കെ, പിച്ചാണ്. ഓക്കെ,